10 ദിവസം മുമ്പ് കാണാതായ ആളുടെ മൃതശരീരം മലപ്പുറം കോട്ടക്കുന്നിന്റെ ചെരുവിൽ കണ്ടെത്തി. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ജനുവരി 14-ന് കാണാതായി മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരുന്ന വയനാട് സ്വദേശിയും ഇപ്പോൾ പടപ്പറമ്പ് വാഴക്കോട് താമസക്കാരനുമായ സനിലിന്റെ മൃതദേഹമാണ് കോട്ടക്കുന്നിന്റെ ചെരുവിൽ നിർമ്മാണം പൂർത്തിയാവാത്ത കെട്ടിടത്തിന്റെ സമീപത്ത് നിന്നായി കണ്ടെത്തിയത്. 14-ന് ഇവരുടെ ഭാര്യ നൽകിയ മിസ്സിംഗ് പരാതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം CI പ്രിയൻ, SI അജിത് കുമാർ, CPO ജിനോദ് എന്നിവർ നേതൃത്വം നൽകിയ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഇന്ന് ശനിയാഴ്ച രാവിലെ 10:30-യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അവസാന ടവർ ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണത്തിൽ കോട്ടക്കുന്നിൽ എത്തുകയും സമീപത്തുള്ള റോഡിൽ ഇദ്ദേഹത്തിന്റെ സ്കൂട്ടർ കണ്ടെത്തുകയും ചെയ്തു. പിന്നീടാണ് താഴെ ചെരുവിലായി മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടത്. സനൽ BSNL-ന്റെ അസിസ്റ്റന്റ് ഓഫീസർ സൂപ്രണ്ടായി ജോലി ചെയ്ത് വരികയായിരുന്നു. ഭാര്യ മലപ്പുറത്ത് തന്നെയുള്ള സ്വകാര്യ പണമിടപാട് കമ്പനിയിലും ജോലി ചെയ്യുന്നു. ഈ മാസം 14-ന് പതിവ് പോലെ ജോലിക്കായി പടപ്പറമ്പിൽ നിന്നും ഇരുവരും ഒരുമിച്ച് മലപ്പുറത്ത് വന്നെങ്കിലും വൈകിട്ട് പതിവ് സമയം കഴിഞ്ഞിട്ടും ഭാര്യയെ എടുക്കാൻ വന്നില്ല. ഫോൺ സ്വിച്ച് ഓഫും ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോഴും കൃത്യമായ വിവരം ലഭിക്കാതിരുന്നപ്പോഴാണ് ഭാര്യ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. BSNL ഓഫീസിലോ പരിസരത്തോ അടുത്ത പെട്രോൾ പമ്പിലോ ഒന്നും CCTV ഇല്ലാത്തത് ആ വഴിയുള്ള അന്വേഷണത്തിന്റെ സാധ്യതകൾ അടഞ്ഞു. അധികം സ്നേഹിതരില്ലാത്ത പ്രകൃതക്കാരനായതുകൊണ്ട് ആ വഴിയും അന്വേഷണത്തിന് തടസ്സങ്ങളുണ്ടായി. 5 ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും കുറെ കാലമായി സോഷ്യൽ മീഡിയയിലും സജീവമല്ലായിരുന്നു എന്ന് കണ്ടെത്തി. ആഡംബര കാറുകളോട് ഭ്രമമുണ്ടായിരുന്ന ആളായിരുന്നുവെന്നും അത്തരം പല കാറുകളും ഉപയോഗിച്ചിരുന്ന ആളാണ് എന്നും നിലവിൽ ഈ സ്കൂട്ടർ മാത്രമേ ഉള്ളൂവെന്നും പറയുന്നു. ഓഫീസിലും ജോലിയിലുമെല്ലാം അഗ്രഗണ്യനായിരുന്ന സനൽ ആത്മഹത്യ ചെയ്തതായാണ് പോലീസ് ഇൻക്വസ്റ്റ്. സാമ്പത്തിക ബാധ്യതയാവാം മരണകാരണമെന്ന് സംശയിക്കുന്നുണ്ട്. രാവിലെ 11 മണിയോടെ മൃതദേഹം കണ്ടെത്തിയിരുന്നെങ്കിലും ഫിംഗർ പ്രിന്റ് തുടങ്ങി സാങ്കേതിക വിദഗ്ധരുടെ ടീം എത്താൻ വൈകിയത് പോലീസ് ഇൻക്വസ്റ്റും വൈകാൻ കാരണമായി. അതുകൊണ്ട് തന്നെ നടപടികൾ പൂർത്തീകരിക്കാൻ ഏറെ വൈകുകയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്താൻ കഴിയാത്ത സാഹചര്യവും വന്നു. മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. നാളെ ഞായറാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടക്കുമെന്നറിയുന്നു. SS ന്യൂസ് മലപ്പുറം. ചിതൽ ശല്യമോ? ഉണ്ട് ശാശ്വത പരിഹാരം. വീട് പഴയതോ പുതിയതോ ആയിക്കോട്ടെ, പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ ഗ്യാരണ്ടിയോടെ ചിതലിനെ അകറ്റാം. സോഫ, ദിവാൻ ബെഡുകൾ മുഷിഞ്ഞ് വൃത്തികേടായോ? അതാത് സ്ഥലങ്ങളിൽ വന്ന് ഷാംപൂ ക്ലീനിംഗ് ചെയ്ത അഴുക്കും അണുവിമുക്തവുമാക്കി പുതുപുത്തനാക്കാം. വീട്, വില്ല, ഫ്ളാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞുപോയ സോഫ സെറ്റി റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ്. വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്തത. ഫോൺ 9645072222.